أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآية لهم الأرض الميتة وأحييناها وأخرجنا منها حبا فمنه يأكلون. ഈ ജനത്തിന് വ്യക്തമായ ഒരു ദൃഷ്ടാന്തമിതാ. നിർജീവമായുള്ള ഭൂമി നാം അതിനെ ജീവനുള്ളതാക്കി, അതിൽ ധാരാളം ധാന്യം വിളയിച്ചു, എന്നിട്ട് അതിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നു. പുനരുദ്ധാനത്തെ നിഷേധിക്കുന്നവർക്ക് അത് സത്യമാണ് എന്നതിനുള്ള ഒരു അടയാളമാണ് ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമി. അതിൻ്റെ മേൽ നാം ആകാശത്ത് നിന്ന് മഴ പെയ്ച്ചു. അങ്ങനെ അവിടെ വ്യത്യസ്തങ്ങളായ ചെടികൾ നാം മുളപ്പിക്കുകയും അതിൽ നിന്ന് പലതരം ധാന്യങ്ങൾ ജനങ്ങൾക്ക് ഭക്ഷിക്കുന്നതിനായി നാം കൊണ്ടുവരികയും ചെയ്തു. ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിച്ചുകൊണ്ടും അതിൽ നിന്ന് ചെടികൾ പുറത്തു കൊണ്ടുവന്നും ഈ ഭൂമിയെ ജീവിപ്പിച്ചവൻ മരിച്ചവരെ ജീവിപ്പിക്കാനും അവരെ പുനരുജ്ജീവിപ്പിക്കാനും സാധിക്കുന്നവൻ തന്നെ. നാം കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ മനസ്സ് തുറപ്പിക്കുന്ന ഒരു റിമൈൻഡർ കൂടിയാണത്. അതായത് വൺ ഡേ വി ടു വിൽ ബി റെസറക്റ്റഡ്. ഒരു നാൾ നമ്മളും ഒരു വിത്ത് മുളച്ച് പുറത്തേക്ക് വരുന്നത് പോലെ ഭൂമിയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നതാണ്. وَجَعَلْنَا فِيهَا جَنَّاتٍ مِّن نَخِيلٍ وَأَعْنَابٍ وَفَجَّرْنَا فِيهَا مِنَ الْعُيُونِ. ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ അതിൽ നാം ഉണ്ടാക്കുകയും അതിൽ നാം അരുവികൾ ഒഴുക്കുകയും ചെയ്തു. കഴിഞ്ഞ ആയത്തിൽ വരണ്ട് കിടക്കുന്ന ഭൂമിയെ അള്ളാഹു ജീവനുള്ളതാക്കി എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഉയർത്തെഴുന്നേൽപ്പ് നാളിനെ കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങളെക്കുറിച്ചും അരുവികളെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. നാളെ സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് ഇതിൽ സൂചന നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭൂമിയിൽ നമുക്ക് കഴിക്കാൻ പലതരം പഴവർഗ്ഗങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ അള്ളാഹു നമുക്കത് നൽകിയില്ലായിരുന്നെങ്കിൽ സ്വർഗത്തിലെ പഴങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഖുർആൻ അത്ര റെലവൻ്റ് അല്ലാതെ തോന്നിയിരുന്നേക്കാം. അള്ളാഹു നിർജീവമായ ഭൂമിയെ ആകാശത്ത് നിന്ന് മഴ ഇറക്കിക്കൊണ്ടാണ് ജീവസുറ്റതാക്കിയത്. എന്നാൽ കറുത്തിരുണ്ട നമ്മുടെ ഹൃദയത്തെ അള്ളാഹു ജീവൻ നൽകുന്നത് മുകളിൽ നിന്നും ഇറക്കിയ വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. വെള്ളം മാലിന്യത്തെ ഇല്ലാതാക്കി ശുദ്ധീകരിക്കുന്നു എന്നതുപോലെ ഖുർആൻ നമ്മുടെ ആത്മാവിനെയാണ് ശുദ്ധീകരിക്കുന്നത്. ലിയഅ്കുലൂ മിൻ സമരിഹി വമാ അമിലതുഹു ഐദീഹിം അഫലാ യശ്കുറൂൻ. അതിൻ്റെ ഫലങ്ങളിൽ നിന്നും അവർ ഭക്ഷിക്കുവാൻ വേണ്ടി. അതൊന്നും അവരുടെ കൈകൾ നിർമ്മിച്ചുണ്ടാക്കിയതല്ല എന്നിരിക്കെ അവർ നന്ദി കാണിക്കുന്നില്ലേ? ഒരു വിത്ത് അല്പം മഴ ലഭിക്കുമ്പോൾ അത് വളർന്ന് പന്തലിച്ച് വൃക്ഷമായി മാറുകയും അതിൽ നിന്ന് ധാരാളം പഴങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഭൂമിയിൽ മുളച്ചുണ്ടാവുന്ന സസ്യങ്ങൾ, മനുഷ്യവർഗം, മനുഷ്യർക്കറിയാത്ത മറ്റനേകം വസ്തുക്കൾ എല്ലാത്തിനെയും ഇണകളായി സൃഷ്ടിച്ച അള്ളാഹു എത്ര പരിശുദ്ധൻ! അള്ളാഹു ഈ ഭൂമിയിൽ എല്ലാത്തിനെയും ഇണകളായി സൃഷ്ടിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. എവ്രിതിങ്സ് കോംപ്ലിമെന്റ് വിത്ത് ഈച്ച് അതർ. മനുഷ്യ ശരീരം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ അവയവങ്ങളും മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഗാലക്സി എടുത്ത് നോക്കിയാൽ തന്നെ സൂര്യൻ, ചന്ദ്രൻ, പ്ലാനറ്റ്സ് ഓൾ ഓർബിറ്റ്സ് ഈച്ച് അതർ ഇൻ ബാലൻസ്. വൃക്ഷങ്ങൾ എടുത്ത് നോക്കിയാൽ ചില വൃക്ഷങ്ങൾ മറ്റു വൃക്ഷങ്ങളുടെ തണലിൽ മാത്രം ജീവിക്കുന്ന വൃക്ഷങ്ങളുണ്ട്. എല്ലാ ക്രിയേഷൻസിനും മറ്റു ക്രിയേഷൻസിനെ ആവശ്യമാണ്. എല്ലാം അള്ളാഹു ഇണകളായാണ് സൃഷ്ടിച്ചത്. എന്നാൽ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു ഏകനാണ്. അവൻ ആരെയും ആശ്രയിക്കുന്നില്ല. എന്നാൽ എല്ലാവരും അവനെ ആശ്രയിച്ചിരിക്കുന്നു. അവന് ഒരു ഇണയുമില്ല, അവനൊരു പങ്കുകാരനുമില്ല, അവന് തുല്യനായി ഒന്നും തന്നെയില്ല. അള്ളാഹു എത്ര പരിശുദ്ധൻ! അതുകൊണ്ട് തന്നെയാണ് ഈ ആയത്ത് അള്ളാഹു തുടങ്ങിയത് സുബ്ഹാനല്ലദീ എന്ന വാക്കുകൊണ്ടാണ്. ഓൾ ക്രിയേഷൻസ് നീഡ് എ പാർട്ട്ണർ ടു ബി കംപ്ലീറ്റ്. എല്ലാ ജീവജാലങ്ങളും മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ അള്ളാഹു മാത്രം അനാശ്രയനാണ്. അതുകൊണ്ട് തന്നെ നാം എപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളായ സൂര്യൻ, ചന്ദ്രൻ, രാത്രി, പകൽ, ആകാശം, ഭൂമി എന്നിവയൊക്കെ കാണുന്നുവോ അപ്പോഴൊക്കെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഇതെല്ലാം അള്ളാഹുവിൻ്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടവയാണെന്ന്.
വആയത്തുൻ ലഹുമുൽ ലൈലു നസ്ലഹു മിൻഹു നഹാറ ഫഇദാ ഹും മുസ്ലിമൂൻ. രാവും ഇവർക്കൊരു ദൃഷ്ടാന്തമാണ്, അതിൽ നിന്ന് പകലിനെ നാം ഊരിയെടുക്കുന്നു, അതോടെ ഇവർ ഇരുളിലകപ്പെടുന്നു. കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു എല്ലാത്തിനെയും ജോഡികളായി സൃഷ്ടിച്ചതിനെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ ഈ ആയത്തിൽ അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമായ രാവിനെയും പകലിനെയും കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു ഖുർആനിൽ ഇരുട്ട് എന്ന പദം മിസ്ഗൈഡൻസ് അഥവാ വഴികേടിനെയും എന്നാൽ വെളിച്ചം എന്ന പദം നേരായ മാർഗത്തിനെയും ചേർത്ത് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു എങ്ങനെയാണോ പകലിനെ രാത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്, അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഖുർആനും നബിമാരും മുഖേന ഇരുട്ടിൽ നിന്നും ജനങ്ങളെ സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്. അള്ളാഹു ഒരിക്കലും മനുഷ്യരെ ഇരുട്ടിലേക്ക് നയിക്കുന്നില്ല, എന്നാൽ അവരവർ തന്നെയാണ് അള്ളാഹു നൽകിയ വെളിച്ചത്തെ അവരുടെ നിഷേധം എന്ന മറയുപയോഗിച്ച് മറയ്ക്കുന്നത്.